അൽഹംദുലില്ലാഹ് 45 വർഷം ജാമിഅ നജ്മുൽ ഹുദ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ മുസ്ലിം കൈരളിക്ക് എന്നല്ല ലോക മുസ്ലിമീങ്ങൾക്ക് ഈ മഹത്തായ സ്ഥാപനത്തിന് 343 ഉലമാക്കളെയും നജ്മികൾ നക്ഷത്രങ്ങളെയും 293 ഹാഫിലുകളെയും 45ഓളം മുഫ്തിമാരെയും 37ഓളം ഹാഫിലത്തുകളെയും സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് സ്ഥാപനത്തിൽ പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് തർബിയത്ത് മദ്രസ ആരംഭിച്ചത്. 37ഓളം വിദ്യാർത്ഥിനികളാണ് ഹിഫ്ള് പൂർത്തീകരിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉലമാക്കൾ, ഈ മഹത്തുക്കളൊക്കെ കേരളത്തിൽ പുറത്തുമായി ദീനിന്റെ വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലും ജില്ലക്ക് പുറത്തുമായി തല ഉയർത്തി നിൽക്കുന്ന പല സ്ഥാപനങ്ങളുടെയും മേധാവികളായും സ്ഥാപകന്മാരായും അവിടങ്ങളിലെ ഉസ്താദുമാരായും ഒക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, തലയെടുപ്പുള്ള കേരളത്തിലെ പ്രസിദ്ധ പള്ളികളിൽ ഖുതുബകൾ നിർവഹിച്ചും ഇമാമത്തിന്റെ സേവനം അനുഷ്ഠിച്ചും മുഅല്ലിമീങ്ങളായും മുഅദ്ദിനുമാരുമായി കേരളത്തിലും വിദേശത്തുമൊക്കെ നമ്മുടെ ഉലമാക്കൾ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും 45 വർഷം പിന്നിട്ടപ്പോൾ ഇത്ര വലിയ ഒരു സമ്പാദ്യം നമുക്ക് ലഭിച്ചു എന്നുള്ളത് സ്ഥാപനത്തിന്റെ മുത്തവല്ലിമാർ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷമാണ്. അള്ളാഹു നാൾക്ക് നാൾ സ്ഥാപനത്തെ വളർത്തുമാറാകട്ടെ. എല്ലാ നിലയിലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്ഥാപനത്തിൽ വളരെ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് 4-5 കാര്യങ്ങൾക്കാണ്. ഒന്ന്, പ്രധാനമായും താലീം, വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. 3 തരം പഠന വിഭാഗങ്ങളാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. ഒന്ന് ഹിഫ്ളുൽ ഖുർആൻ മദ്രസയാണ്. നമുക്കറിയാം, 10-12 വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ നൽകുന്നത്. നല്ല നിലയിൽ ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിച്ച് തജ്വീദ് നല്ല നിലയിൽ അതിന്റെ നിയമങ്ങൾ പരിശീലിപ്പിച്ച ശേഷമാണ് പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ആരംഭിക്കുന്നത്. 6ഓളം ക്ലാസുകളിലായി 97 വിദ്യാർത്ഥികളാണ് നിലവിൽ സ്ഥാപനത്തിലുള്ളത്. അൽഹംദുലില്ലാഹ്, 6 പ്രഗത്ഭരായ ഉസ്താദുമാർ, അതിൽ പ്രത്യേകിച്ച് തജ്വീദിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന തജ്വീദിൽ തന്നെ PG ചെയ്തിട്ടുള്ള 2 ഉസ്താദുമാരുമുണ്ട്. മാത്രമല്ല, ഹിഫ്ളിന്റെ കൂട്ടത്തിൽ 6, 7, 8 ക്ലാസുകൾ ഭൗതിക വിദ്യാഭ്യാസവും നല്ല നിലയിൽ ഇവിടെ 2 അധ്യാപകന്മാരിലൂടെ നടക്കുന്നു. അതോടൊപ്പം മക്കൾക്ക് കലാകായികപരമായി വളരുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനമാണ് അവർക്ക് വേണ്ടി പ്രത്യേകം, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ലൈബ്രറി ഉണ്ട്. അതോടൊപ്പം അവർക്ക് പ്രഭാഷണങ്ങളിലും മറ്റുമൊക്കെ മികവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സമാജങ്ങളും ആഴ്ചതോറും നടന്നു വരുന്നു. മാഷാ അല്ലാഹ്, പഠനത്തിൽ മികവ് കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചതോറും നടക്കുന്ന അസംബ്ലികളിൽ വെച്ച് സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ നൽകാറുണ്ട്. രണ്ടാമതായി ശരീഅ വിഭാഗമാണ്. 7 വർഷത്തെ ഈ ശരീഅ പഠനം മാഷാ അല്ലാഹ് നിലവിൽ 179 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അഖീദ, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, ഉസൂലുകൾ, താരീഖ്, തസവ്വുഫ് ഭാഷകളിൽ അറബി, ഉറുദു, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ എല്ലാ ഭാഷകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സിലബസ് ആണ് സ്ഥാപനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ഈ സിലബസ് പൂർത്തീകരിക്കുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം തദ്രീസ് മേഖലകളിലും
പ്രഭാഷണ മേഖലകളിലും ദാവത്തിന്റെ മേഖലകളിലും എന്നുവേണ്ട സമുദായത്തിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കാൻ അവരെ സജ്ജരാക്കിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട സിലബസാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി 10-16ഓളം ഉസ്താദുമാർ, അതിൽ തന്നെ പരിശുദ്ധ ഖുർആൻ തഫ്സീറിൽ തഖസ്സുസ് PG ചെയ്തിട്ടുള്ള 2 ഉസ്താദുമാർ, അതുപോലെ ഹദീസിൽ പ്രത്യേകം ഉപരിപഠനം നടത്തിയ PG ചെയ്ത 2 ഉസ്താദുമാർ, ഫിഖ്ഹിൽ പ്രത്യേകം തഖസ്സുസ് ചെയ്ത PG ചെയ്ത 10ഓളം മുഫ്തിമാർ, അറബി ഭാഷയിൽ പ്രത്യേകം PG ചെയ്തിട്ടുള്ള 2 ഉസ്താദുമാർ, പരിശുദ്ധ ഖുർആന്റെ പാരായണ ശൈലികളിൽ ഖിറാഅത്തിൽ തഖസ്സുസ് ചെയ്തിട്ടുള്ള 2 ഉസ്താദുമാർ, അതോടൊപ്പം എടുത്തു പറയാവുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അള്ളാഹുവിന്റെ വഴിയിൽ ഒരു വർഷം ജമാഅത്തിൽ പുറപ്പെട്ട 9ഓളം ഉസ്താദുമാരും അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ നിലവിലുണ്ട്. മതവിദ്യാഭ്യാസത്തോടു കൂടി തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനും നല്ല പ്രാധാന്യം നൽകുന്ന ഒരു സിലബസ് തന്നെയാണ് ശരിയ വിഭാഗത്തിലും ക്രമീകരിച്ചിട്ടുള്ളത്. 1-2 വർഷക്കാർക്ക് 10ാം ക്ലാസ്സും 3 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകാർക്ക് +1 +2 ക്ലാസ്സുകളും അതിനുശേഷം 5ാം വർഷം മുതൽ ഡിഗ്രി കോഴ്സുകളുമാണ് ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ 100% വിദ്യാർത്ഥികൾ വിജയം കൈവരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ അടുത്ത് നടന്ന ഡിഗ്രി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് വാങ്ങിയതോടൊപ്പം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ എല്ലാ മക്കളും നല്ല മാർക്കോടുകൂടി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മദ്രസയിൽ മക്കളെ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താകും. അൽഹംദുലില്ലാഹ്, നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ന് അതിനുള്ള നല്ല പരിഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതിക സ്ഥാപനങ്ങളിൽ പോയി നമ്മുടെ മക്കൾ പഠിക്കുന്നതിനേക്കാൾ വൃത്തിയിൽ, നല്ല നിലയിൽ, നല്ല നിലവാരത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ ഭൗതിക പഠനം ഇവിടെ നടത്തുന്നുണ്ട്. മാത്രമല്ല, അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി റാബിത്തത്തുൽ മദാരിസുൽ ഇസ്ലാമിയയുടെ കീഴിൽ ഗൈഡൻസ് പ്രോഗ്രാമുകളും എല്ലാ വർഷവും നടക്കാറുണ്ട്. നമ്മുടെ മദ്രസയിലെ കുട്ടികൾ അതിൽ പങ്കെടുക്കാറുണ്ട്. ഓരോ വർഷവും ഉസ്താദുമാർ അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർക്ക് പുതിയ പുതിയ ശൈലികളും രീതികളും അപ്ഡേഷനുകളും നൽകുന്നതിന് വേണ്ടിയുള്ള ഉസ്താദുമാർക്കുള്ള പ്രത്യേക ട്രെയിനിങ്, തദ്രീബ്, അതിലും ഇവിടുത്തെ ഉസ്താദുമാർ പങ്കെടുക്കാറുണ്ട്. മൂന്നാമതായി നമ്മുടെ സ്ഥാപനത്തിൽ ഇഫ്താഇന്റെ കോഴ്സാണ്. മാഷാ അല്ലാഹ്, ഈ വർഷം 2 പേരാണ് അതിൽ നിന്ന് പഠനം പൂർത്തീകരിച്ചത്. 2 വർഷത്തെ കോഴ്സാണ്. 1ാം വർഷക്കാർ 10ഓളം പേര് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്, 2ാം വർഷം പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു പ്രബന്ധം, മഖാല, ഫിഖ്ഹി വിഷയങ്ങളിൽ നമ്മളുടെ മുഫ്തിമാർ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇവർക്ക് പഠനത്തിന്റെ ആവശ്യമായി യാത്രകളും പഠനയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ മുംബൈയിലും ഗുജറാത്തിലുമുള്ള പ്രധാനപ്പെട്ട ജാമിഅ ഹുസൈനിയ, ജാമിഅത്തുൽ ഇമാം റബ്ബാനി, ജാമിഅ ദാറുൽ ഉലൂം ഢാബയിൽ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. കേരളത്തിലും വാഫി മദ്രസയിൽ വെച്ച് നടന്ന ഫിഖ്ഹി സെമിനാറുകളിൽ നമ്മുടെ മക്കൾ പങ്കെടുത്തു. മാത്രമല്ല, അടുത്ത വർഷം തമിഴ്നാട് വെച്ച് നടക്കാനിരിക്കുന്ന ഓൾ ഇന്ത്യ ഫിഖ്ഹി സെമിനാറിലും നമ്മുടെ മക്കൾ ഭാഗവാക്കാകും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, ഇഫ്താഇന്റെ കോഴ്സിന്റെ കൂട്ടത്തിൽ വിദേശത്തുള്ള ഉലമാക്കളും ക്ലാസുകൾ എടുക്കാറുണ്ട്. ഈ വർഷം 4 പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ, ലോക പണ്ഡിതന്മാർ ഈ മക്കൾക്ക് ക്ലാസ് എടുത്തു. ദുബൈയിലും ഷാർജയിലും സൗദിയിലുമുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് തലത്തിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലുമൊക്കെ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പണ്ഡിതന്മാരാണ് പ്രത്യേകമായി ഇവർക്ക് ക്ലാസുകൾ നൽകിയിട്ടുള്ളത്. രണ്ടാമതായി
മദ്രസ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് തർബിയത്തിന്റെ കാര്യത്തിലാണ്. മക്കൾക്ക് ദീനിയായ അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം ആ അറിവുകൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തർബിയത്തിനു വേണ്ടിയുള്ള പ്രത്യേകമായ പ്രോഗ്രാമുകൾ മഷൂറ പ്രകാരം സ്ഥാപനത്തിൽ നടക്കാറുണ്ട്. പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളത്, ഒരു ആഴ്ചയുടെ തുടക്കത്തിൽ ശനിയാഴ്ച ദിവസം രാവിലെ ഒരു നല്ല നസീഹത്തോടു കൂടിയാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. സന്ദർഭങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തിലുള്ള ഉസ്താദുമാരും പുറത്തുനിന്ന് വരുന്ന അതിഥികളും പ്രത്യേകമായ തർബിയത്തിന്റെ ക്ലാസുകൾ നൽകാറുണ്ട്. ഈ വർഷം തർബിയത്തുമായി ബന്ധപ്പെട്ട് 3 മശായിഖന്മാർ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ പ്രത്യേകം ക്ഷണിച്ച് വരുത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഴുവൻ മശായിഖന്മാരുടെയും ഷെയ്ഖായിട്ടുള്ള മൗലാന ത്വൽഹ ഖാസിമി ബാംഗ്ലൂർ, ബഹുമാനപ്പെട്ട മൗലാന അബ്ദുള്ള മാറൂഫി ദാറുൽ ദേവബന്ദ്, ബഹുമാനപ്പെട്ട മൗലാന സയ്യിദ് മലാഹിരി ദാറുൽ നദ്വത്തുൽ ഉലമ മഹത്തുക്കൾ 2 ദിവസത്തേക്ക് പൂർണ്ണമായി മദ്രസയിൽ വന്ന് താമസിക്കുകയും പ്രത്യേകമായ ഇൽമി വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുകയും അതോടൊപ്പം മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും ചെയ്തു. അതോടൊപ്പം അവസാന വർഷ വിദ്യാർത്ഥികളുമായി സ്ഥാപനത്തിലെ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട ത്വൽഹ ഖാസിമി ദാമത്ത് ബറകാത്തുഹും അവരുടെ ബാംഗ്ലൂരിലുള്ള ഖാൻഗാഹിലേക്ക് യാത്ര ചെയ്യുകയും 3 ദിവസം അവിടെ താമസിച്ച് പ്രത്യേകം അദ്ദേഹത്തിന്റെ സുഹബത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ശ്രദ്ധ ചെലുത്തുന്നത് ദഅവത്തിന്റെ വിഷയത്തിലാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾ എല്ലാവരും തന്നെ ദഅവത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നവരാണ്. സ്ഥാപനത്തിൽ 5 അമലുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. 2 താലീം, അതോടുകൂടി കുട്ടികൾക്കിടയിലുള്ള മഷൂറ, ഉസ്താദുമാർക്കിടയിലുള്ള മഷൂറ, മുലാഖാത്ത്, ആഴ്ചതോറും 2 ഗസ്റ്റ്, അതുപോലെ തന്നെ ആഴ്ചയിൽ 1 ദിവസ ജമാഅത്തും 3 മാസം കൂടുമ്പോൾ 3 ദിവസ ജമാഅത്തും നമ്മളുടെ മക്കൾ പുറപ്പെടാറുണ്ട്. മദ്രസക്കകത്തും പുറത്തുമായി നടക്കുന്ന ജോഡുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കാറുണ്ട്. ആഴ്ചയിൽ മഞ്ചേരിയിൽ നടക്കുന്ന ഷബ്ഗുസാരിയിലും മാറി മാറി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. മാത്രമല്ല, മദ്രസയിൽ വരുന്ന ഉലമാക്കളുടെ അല്ലാത്തവരുടെ ജമാഅത്തുകളെ നല്ല നിലയിൽ മക്കൾ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അവധികളിൽ, മദ്രസയിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്ന അവധികളിൽ പോലും 10 ദിവസത്തെ അവധിയിലും 2 മാസത്തെ അവധിയിലും മക്കൾ ജമാഅത്തിൽ പോകുന്നു. ഈ വർഷം അൽഹംദുലില്ലാഹ് 50% കുട്ടികൾ 40 ദിവസ ജമാഅത്തിലേക്ക് പുറപ്പെടുകയാണ്. 5 ജമാഅത്തുകളാണ്. 4 ജമാഅത്തുകൾ കേരളത്തിന്റെ പുറത്തും ഇൻഷാ അല്ലാഹ് 1 ജമാഅത്ത് കേരളത്തിനകത്തും പ്രവർത്തിക്കും. 10 ദിവസത്തേക്ക് വേണ്ടി 3 ജമാഅത്തുകളാണ്. 40ഓളം വിദ്യാർത്ഥികൾ, ഏകദേശം സ്ഥാപനത്തിലെ 60-70% വിദ്യാർത്ഥികൾ ഇൻഷാ അല്ലാഹ് ഇത്തവണ അവധിയിൽ അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്യുകയാണ്. അതോടൊപ്പം സ്ഥാപനം കലാ കായിക മേഖലകളിലും കൂടുതൽ ശ്രദ്ധ പുലർത്താറുണ്ട്. അൽഹംദുലില്ലാഹ് 4 ക്ലബ്ബുകളായിട്ടാണ് കുട്ടികളുടെ കലാ സാഹിത്യ പരിപാടികൾ സ്ഥാപനത്തിൽ നടക്കുന്നത്. മലയാളം, അറബി, ഇംഗ്ലീഷ്, ഉറുദു 4 ഭാഷകളിലായി 4 ക്ലബ്ബുകളാക്കി തിരിച്ച് മാഷാ അല്ലാഹ് ആഴ്ചതോറും സമാജങ്ങൾ, മാസത്തിൽ സെമിനാറുകൾ, അതുപോലെ വർഷത്തിലൊരിക്കൽ കലാ മത്സരങ്ങളും സ്ഥാപനത്തിൽ നടത്താറുണ്ട്. വലിയ മാറ്റങ്ങളാണ് അതിലൂടെ നമ്മുടെ മക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായി നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന നജ്മി അലുമിനി സമ്മേളനത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികൾ കണ്ട് മുൻഗാമികളായ നമ്മുടെ സ്ഥാപനത്തിന്റെ മക്കൾ, നജ്മികൾ അത്ഭുതപ്പെട്ടുപോയി. മാഷാ അല്ലാഹ്, വളരെ നല്ല നിലയിൽ നമ്മളുടെ മക്കൾ സാഹിത്യ സമാജങ്ങൾ, കലാവേദികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഉലമാക്കൾ പറയുകയുണ്ടായി. മാത്രമല്ല, പ്രത്യേകം സമാജങ്ങളിലേക്ക്, കലാസാഹിത്യ വേദികളിലേക്ക്
അതിഥികളെയും നമ്മൾ കൊണ്ടുവരാറുണ്ട്. ബഹുമാനപ്പെട്ട മുഫ്തി അമീൻ മാഹി അവറുകൾ, ബഹുമാനപ്പെട്ട ശാന്തപുരം ജാമിയ ഇസ്ലാമിയയിലെ റളിയുർ റഹ്മാൻ മൗലാന, ബഹുമാന്യനായ അയ്യൂബ് ഉസ്താദ് അവറുകളൊക്കെ ഇത്തവണ സ്ഥാപനത്തിൽ പല പരിപാടികളിലായി പങ്കെടുക്കുകയുണ്ടായി. മാത്രമല്ല ഗുജറാത്ത് തർക്കേസർ ഫലാഹുദ്ദാറൈൻ സ്ഥാപനത്തിലെ 3 പ്രധാനപ്പെട്ട മശായിഖന്മാർ, ഖാരിമാർ, ബഹുമാനപ്പെട്ട മൗലാന ഖാരി സിദ്ദീഖ് സാഹിബ്, ഖാരി അബ്ദുൽ ബാരി സാഹിബ്, ഖാരി ഇസ്മായിൽ സാഹിബ് 3 പേരും സ്ഥാപനത്തെ സന്ദർശിക്കുകയും പ്രത്യേകിച്ച് മക്കൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ മേഖലയിൽ വളരാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. മാത്രമല്ല സംസ്ഥാനങ്ങൾക്കകത്തും പുറത്തും നടക്കുന്ന മത്സരങ്ങളിൽ നമ്മുടെ മക്കൾ ഭാഗവാക്കാകാറുണ്ട്. ഇത്തവണ കേരളത്തെ തന്നെ ഉറപ്പിച്ച APSലും ഹോളി ഖുർആൻ മത്സരത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കരസ്ഥമാക്കിയത് നമ്മുടെ ജാമിയ നജ്മുൽ ഹുദ തന്നെയാണ്. 1ാം സ്ഥാനം 10 ലക്ഷവും 2ാം സ്ഥാനം വെറും 5 ലക്ഷവും മാത്രമായിരുന്നു. ആലോചിച്ചു നോക്കുക, കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്ത വലിയ ഒരു മത്സരം. ആ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ ജാമിയ നജ്മുൽ ഹുദ കരസ്ഥമാക്കി. നമ്മളുടെ മക്കളുടെ കഴിവുകൾ എത്രയാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഹൈദരാബാദ് നടന്ന മത്സരത്തിലും ജാമിഅത്തുൽ ഹിന്ദിൽ നടന്ന മത്സരത്തിലും നമ്മുടെ മക്കൾ പങ്കെടുത്തു. APSലും ഹോളി ഖുർആൻ മത്സരത്തിൽ ബനാത്ത് മദ്രസയിൽ നിന്ന് 1ാം സ്ഥാനം വാങ്ങിച്ചു. കേരളത്തിൽ 1ാം സ്ഥാനം ബനാത്ത് മദ്രസയിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അതോടൊപ്പം ജാമിഅത്തുൽ ഹിന്ദിൽ വെച്ച് നടന്ന മത്സരത്തിലും 3ാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മുടെ ബനാത്ത് മദ്രസയിലെ വിദ്യാർത്ഥിനിയായിരുന്നു. നമ്മുടെ മക്കൾ ഇത്തവണ ദാറുൽ ഉലൂം ദൈവബന്ധുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ നടക്കുകയും ഒരു മാഗസിൻ പുറത്തിറക്കുകയും അതോടൊപ്പം ദാറുൽ ഉലൂമിന്റെ ചരിത്രം നേർക്കുനേർ പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ ഒരു നല്ല എക്സിബിഷൻ തയ്യാറാക്കുകയും അതിഥിയായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട മൗലാന അബ്ദുള്ള മാറൂഫി സാഹിബ് ദാറുൽ ദൈവബന്ദിലെ ഹദീസ് വിഭാഗ മേധാവിയാണ്. അദ്ദേഹം വളരെയധികം സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മക്കൾ മാഗസിനുകളും ചുമർ പത്രികകളും വളരെ ഭംഗിയായ നിലയിൽ ആഴ്ചതോറും അല്ലെങ്കിൽ മാസങ്ങൾ തോറും ഇറക്കാറുമുണ്ട്. കായിക മേഖലയിലും മാഷാ അല്ലാഹ് സ്ഥാപനം ശ്രദ്ധ പുലർത്താറുണ്ട്. സ്ഥാപനത്തിൽ തന്നെ വിശാലമായ 2 വലിയ ഗ്രൗണ്ടുകളും 2 ചെറിയ ഗ്രൗണ്ടുകളും വർഷത്തിലൊരിക്കൽ മക്കൾക്കിടയിൽ കായിക മത്സരങ്ങളും നടക്കാറുണ്ട്. പഠനത്തോടൊപ്പം നമ്മളുടെ മക്കളുടെ ബുദ്ധി വളർച്ചയ്ക്കും അവരുടെ മനസ്സിന്റെ സംതൃപ്തിക്കും ആശ്വാസത്തിനും വേണ്ടി വിനോദയാത്രകളും ചെറിയ മക്കൾക്ക് വേണ്ടി സ്ഥാപനം സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം ഹിഫ്ദിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വിനോദയാത്ര സ്ഥാപനത്തിലെ ശരിയാ വിഭാഗത്തിലെ ചെറിയ മക്കളായ 1ാം വർഷക്കാർക്ക് വേണ്ടി മറ്റൊരു യാത്രയും സംഘടിപ്പിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, നമ്മളുടെ ഈ സ്ഥാപനത്തിൽ ഈ പറയപ്പെട്ട ഈ 4 കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നതിന് നമ്മളേറെ സഹായിക്കുന്ന, നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്ന നമ്മളുടെ ബഹുമാനീയരായ മുത്തവല്ലിമാർ. ആലോചിച്ചു നോക്കണം, ആ കൂട്ടത്തിൽ വിവാഹിതരായിട്ടില്ലാത്ത മക്കൾ പോലുമുണ്ട്. അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, നിലനിർത്തുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുന്നിൽ മാതൃകാ സ്ഥാപനമായി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാ, നല്ല സൗകര്യങ്ങളാണ് സ്ഥാപനത്തിൽ ഒരുക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഈ മദ്രസയുടെ പണികൾ വാർഷിക പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുന്നതിന് വളരെ വേഗത്തിൽ മാഷാ അല്ലാഹ് ഒരുപാട് പണിക്കാരെ, തൊഴിലാളികളെ ഇറക്കി ധാരാളം സമ്പത്ത് ചെലവഴിച്ച് വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പുതിയ ബിൽഡിംഗ് എല്ലാവരും ഒന്ന് കാണണം.
കുട്ടികൾക്ക് പഠിക്കാനും കിടക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും ആധുനിക സംവിധാനങ്ങളോടുകൂടി ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം കുട്ടികൾക്ക് 3 ലൈബ്രറികളാണ്. ഒന്ന് പൊതുവായിട്ടുള്ള ലൈബ്രറിയാണ് 10,000-ഓളം കിതാബുകളുള്ള വിശാലമായ. മറ്റൊന്ന് ശരിയ വിഭാഗം പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമുള്ള ഒരു ലൈബ്രറിയാണ്. പിന്നെ ഹിഫ്ദിന്റെ ലൈബ്രറി, മക്കൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു ലാബും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ ഈ ഒരു വർഷം പൊതുപരിപാടിയായി 8-10 പരിപാടികൾ നടന്നു. ഒന്ന് സ്ഥാപനത്തിന്റെ അലുമിനി മീറ്റ് നടന്നു. മറ്റൊന്ന് സ്ഥാപനത്തിൽ അവസാനമായി പഠനം പൂർത്തീകരിച്ച 6 ബാച്ചുകളുടെ മീറ്റ് നടത്തി. മുഫ്തിമാർക്കുള്ള മീറ്റ് നടത്തി. ഓഗസ്റ്റ് 15-ന്റെ പ്രോഗ്രാം വിപുലമായി നടത്തി. ഡിസംബർ 18-ന് അറബി വേൾഡ് ദിനം, അതിനുവേണ്ടി ഒരു പ്രത്യേക പരിപാടി നടത്തി. സക്കാത്തിന്റെ വിഷയത്തിൽ നല്ല ഒരു പഠന ക്ലാസ് നടത്തുകയുണ്ടായി. ഹിഫ്ള് പഠിച്ചു കഴിഞ്ഞ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മുന്നോട്ടേക്കുള്ള പഠനത്തിന് വേണ്ടി സഹായകരമാകുന്ന ഗൈഡൻസ് പ്രോഗ്രാം നടത്തുകയുണ്ടായി. ദാറുൽ ഉലൂം ദൈവബന്ധിന്റെ പേരിൽ ഒരു സെമിനാർ, നദ്വത്തുൽ ഉലമായുടെ പേരിൽ ഒരു സെമിനാർ, ബഹുമാനപ്പെട്ട കേരളത്തിലെ മദ്രസകളിലെ ഉസ്താദുമാർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമും അൽഹംദുലില്ലാഹ് ഇത്തവണ ഇവിടെ നടക്കുകയുണ്ടായി. ഇതിനെല്ലാം കാരണമാകുന്ന ആഴ്ചതോറുമുള്ള ബഹുമാന്യരായ ഉസ്താദുമാരുടെ മഷൂറകൾ, വർഷത്തിന്റെ അവസാനത്തിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിശാലമായ മാരത്തോൺ മുഷാവറ, ഇതെല്ലാമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഉസ്താദുമാരുടെ പരസ്പരമുള്ള സ്നേഹം, ബഹുമാനം, ഐക്യം, അതോടൊപ്പം മക്കളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ, ആത്മാർത്ഥത, ആഴ്ചതോറും നടക്കുന്ന, വർഷത്തിൽ നടക്കുന്ന മുഷാവറ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഈ സ്ഥാപനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളരെ ഭംഗിയായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരണം അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ കേരളത്തിലെ മാതൃകാ സ്ഥാപനമായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ഇതിന്റെ മുത്തവല്ലിമാർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മളെല്ലാവരും കാതോർത്ത് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ തന്നെ അഭിമാന പുത്രനായ ബഹുമാനപ്പെട്ട മൗലാന മഖ്ബൂൽ നജ്മി അവറുകളുടെ മുഖ്യ പ്രഭാഷണമാണ്. അതിനുവേണ്ടി ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. സ്ത്രീകളോട്, ഉമ്മമാരോട് പ്രത്യേകമുള്ള അഭ്യർത്ഥനയാണ്. ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവർ തിരിഞ്ഞ് ഇരിക്കണം. സദസ്സിന്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണം. ഇന്നത്തെ ഈ മഹാ സമ്മേളനത്തിന്റെ അവസാനത്തെ പ്രഭാഷണമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.